സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യഥാർത്ഥ ചരിത്രം ഹ്രസ്വമായി അവതരിപ്പിക്കുന്ന ഈ ഡോക്യുമെന്ററി ഓരോ മഹല്ലത്തുകളിലും പ്രദർശിപ്പിക്കണമെന്നും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരണമെന്നും ആവശ്യപ്പെടുന്നു. സമസ്ത ഔദ്യോഗികമായി പുറത്തിറക്കുന്ന ഈ ഡോക്യുമെന്ററിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. 90 കൊല്ലം സുന്നത്ത് ജമാഅത്തിനും പരിശുദ്ധ ദീനിനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു സംഘടനയാണ് സമസ്ത. സമസ്ത അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളക്കരയിൽ ദീനിന്റെ കാര്യം മോശത്തിലും അവതാളത്തിലുമായിരുന്നു. ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചത് സമസ്തയാണ്. ഈ സമസ്തയുടെ 90ാം വാർഷികം നടക്കാൻ പോവുകയാണ്. ആലപ്പുഴയിൽ വെച്ച് എല്ലാവരും സമസ്തന്റെ പിന്നിൽ അണിനിരക്കുകയും സമസ്തന്റെ പ്രവർത്തകന്മാരാവുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമെന്ന് എന്റെ എല്ലാ സഹോദരന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്. സമസ്തയെ അല്ലാഹു ഈ വിജയാമെന്നാൾ വരെ നിലനിർത്തി തരട്ടെ. ഇതിനെ സഹായിക്കുന്നവരെ അല്ലാഹു തആല സഹായിക്കട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു അവന്റെ വിശ്വാസന്മാരിൽ പെടുത്തി തരട്ടെ. ആലപ്പുഴയിൽ വെച്ച് നടത്തുന്ന ആ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കാൻ എല്ലാവരും അത് പോയി പങ്കെടുത്ത് എല്ലാവരും സഹകരിക്കണം, വിജയിപ്പിക്കണമെന്ന് എന്റെ എല്ലാ സഹോദരന്മാരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. കാലം കാത്തുവച്ച ജീവിതശീലങ്ങളിൽ മാമലനാടിന്റെ സുഹൃതങ്ങളിലൊന്നാണിത്. 10,000-ഓളം മദ്രസകളിൽ നിന്ന് പതിവ് തെറ്റാതെ മലയാളിയുടെ പ്രഭാതങ്ങളെ പുളകിതമാക്കുന്നത് ഈ ശ്രേഷ്ഠ വചനങ്ങളാണ്. കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് നെടുനായകത്വം വഹിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം കൈരളിയുടെ നവോത്ഥാന നഭസിൽ കെട്ടിപ്പൊക്കിയ ജ്ഞാനോപുരങ്ങളാണ് മദ്രസകൾ. പരിശുദ്ധ ദീനിന്റെ പവിത്ര സത്യങ്ങളെ യുക്തിയുടെ ത്രാസിൽ തൂക്കി തിട്ടപ്പെടുത്താൻ ആവത് ശ്രമിക്കുന്ന ആധുനികതയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ ആദർശ പ്രതിരോധത്തിന്റെ ഈ അടയാളമുദ്രകൾ മാത്രം മതി സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രൗഢിയുടെ മഹത്വമറിയാൻ. 1926 ഉദയം ചെയ്ത് 90 വർഷങ്ങൾക്കിപ്പുറം മലയാളി മുസ്ലിങ്ങളുടെ ആത്മീയ വിചാരങ്ങളിലും വൈജ്ഞാനിക മണ്ഡലങ്ങളിലും സേവന സൗകുമാര്യതകളിലും ഉണർവും ഉന്മേഷവും ഉശിരും പകർന്നുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരിപാവന നേതൃത്വത്തിന്റെ പൂമരത്തണലിൽ മുസ്ലിം ഉമ്മത്ത് പുതിയ പ്രതീക്ഷകൾ നെയ്യുകയാണ്. പ്രബോധന വീഥിയിലെ പുതുകിനാവുകളിൽ നിന്ന് കൺപോളകൾ പതുക്കെ തുറന്നിടുകയാണ്. തള്ളിപ്പറയാനല്ലാതെ തലോടാൻ ആരുമില്ലാതെ കേരളത്തിലെ മുസ്ലിം സമുദായം അലക്ഷ്യമായി അലയുന്ന കാലം. മലബാർ കലാപത്തിന്റെ കത്തിയാളുന്ന തീച്ചൂളകളിലേക്ക് എടുത്തെറിയപ്പെട്ട മാപ്പിള മക്കൾ നിസ്സഹായതയുടെ പുകച്ചുരുളുകളാൽ പൊതിഞ്ഞമർന്നു കഴിഞ്ഞ കാലം. മലബാർ കലാപം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം, ഇതിന്റെ ഭാഗമായി ഇതിൽ ലയിച്ചു ചേർന്ന് നിന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ അതിശക്തമായി സമരമുഖത്ത് നിന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്.
മാപ്പിള ഔട്ട്റേജസ് ആക്ട് ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒരുപാട് മാപ്പിളമാരെ അന്തമാനിലേക്ക് നാടുകടത്തി, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി കൊല ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ട ഒരുപാട് സമുദായങ്ങളെ വെടിവെച്ച് കൊന്നു. ഇതിന്റെയൊക്കെ ഫലമായി ശരിക്കും അനാഥകളുടെ ഒരു ആധിക്യം നമ്മുടെ ഈ മലബാറിലുണ്ടായിരുന്നു. നിരക്ഷരതയും നിത്യദാരിദ്ര്യവും ജീവിതചക്രമായി അവരിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. കെട്ടുപോയ കിനാവിന്റെ കരിന്തിരികളിൽ നെടുവീർപ്പുകൾ മാത്രം മേഞ്ഞു നടന്നിരുന്ന വിഹ്വലതയുടെ ആ വേനലുരുക്കങ്ങളിലേക്ക് ഒരിളം കാറ്റുപോലെ കടന്നുവരികയാണ് സമസ്ത. അല്ലാഹു അല്ലാഹു അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ വിശുദ്ധമായ ദീൻ, ഈ ദീനിനെ ഒരു നിലക്കുള്ള പരിവർത്തനത്തിനും വിധേയമാക്കാതെ അന്ത്യനാൾ വരെ അതിനെ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി കാലോചിതമായി ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാവുന്ന പണ്ഡിതന്മാര് വളരെയധികം ആലോചിച്ചു. ഒരു മതസംഘടനകൾക്ക് അല്ലെങ്കിൽ മതപരമായ ഒരു സ്ഥാപനത്തിനൊക്കെ ഇവിടെ ശില നൽകുമ്പോൾ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് ആദ്യമായി അവൻ സ്വീകരിക്കേണ്ട ചില പ്രത്യേക ആചാരങ്ങളും ചില പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അഥവാ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞൊരു സംഗതി, ഇസ്തിഖാറത്ത് ചെയ്തു, നിസ്കരിച്ചു, ഇസ്തിഖാറത്ത് ചെയ്തു. അതിൽ നിന്നിട്ടും മഹാന്മാരാവുന്ന അവരുടെ മശായിഖന്മാരോട്, ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടൊക്കെ ബന്ധപ്പെട്ട് അവരൊക്കെ സമ്മതത്തോടു കൂടിയാണ് ഒരു മതസ്ഥാപനത്തിനും മതസംഘടനക്കൊക്കെ ഇവിടെ ശില നൽകേണ്ടത്. ഈ തത്വം പരിപൂർണമായി പരിഗണിച്ച് ആ തത്വത്തിൽ അധിഷ്ഠിതമായും കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു വിശുദ്ധമായ ഒരു ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം. മാപ്പിള ലഹളയുടെ പോരാട്ട പരിസരങ്ങൾ പരിശുദ്ധ ദീനിന്റെ പാരമ്പര്യത്തെ തച്ചു തകർക്കാനൊരുമ്പെട്ട പുത്തനാശയക്കാർക്ക് മുമ്പിൽ പ്രതിരോധ കോട്ട പണിയാനുള്ള പുറപ്പാടായിരുന്നു അത്. നവീനവാദം സമുദായഗാത്രത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചതിന്റെ വേദനകൾ നെഞ്ചിലേറ്റുവാങ്ങാൻ സാത്വികരായ പണ്ഡിതന്മാർ കർമ്മരംഗത്തിറങ്ങി. ആദർശനിഷ്ഠ കൈവിടാതെ കാത്തുസൂക്ഷിച്ച കേരളത്തിലെ പാരമ്പര്യ മുസ്ലിം സമൂഹത്തിന് അവരുടെ അകതാരിൽ ആത്മവീര്യം പകരാനും അഭിമാനബോധമൂട്ടാനും സമസ്ത പിറവികൊള്ളുകയായിരുന്നു. നവോത്ഥാനത്തിന്റെ പുതിയ പടഹധ്വനിയായി കേരളത്തിലേക്ക് ഇസ്ലാം ആദ്യ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. അന്നത്തെ മുസ്ലിങ്ങൾ പൂർവികരെ അംഗീകരിച്ചുകൊണ്ടും മഹാന്മാരെ പിന്തുടർന്നുകൊണ്ടും ജീവിച്ചു. മഖ്ദൂമികളുടെ കാലഘട്ടത്തിൽ അവർ അക്കാദമികമായി ഈ സമൂഹത്തെ മതം പഠിപ്പിച്ചു. ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു. പൊന്നാനിയിലെ വിളക്കത്തിൽ നിന്ന് സെനദ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ആ സെനദിന്റെ അടിസ്ഥാനത്തിൽ, ആത്മീയമായ സെനദിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ പണ്ഡിതന്മാരായി പ്രവർത്തിച്ചു. പ്രഭ പരത്തി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അത്യുന്നതമായ സംസ്കാരത്തിന്റെ പിന്മുറക്കാരാകാൻ സൌഭാഗ്യം സിദ്ധിച്ചവരാണ് കേരളീയ മുസ്ലിങ്ങൾ. പരിശുദ്ധ റസൂലിന്റെ പ്രബോധനകാലത്ത് സച്ചരിതരായ മാലിക് ദീനാറും സംഘവുമാണ് കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ കൈത്തിരിവട്ടവുമായി കടന്നുവന്നത്. കൊടുങ്ങല്ലൂരിന്റെ കടൽക്കരയിൽ കൊളുത്തപ്പെട്ട ആ ചെറുനാളം ഒരു മഹാജ്വാലയായി കേരളമാകെ പ്രഭ പരത്തുകയും ഇന്നും അത് അണയാതെ സമസ്തയിലൂടെ പ്രോജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആദ്യ ഇസ്ലാമിക പ്രബോധന സംഘത്തിന് കേരളീയർ താമസിക്കാൻ ഇടം കൊടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് പള്ളി നിർമ്മിക്കാൻ സ്ഥലങ്ങൾ സൌകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ഭട്കൽ, മംഗലാപുരം, കാസർഗോഡ്, ശ്രീകണ്ഠപുരം, ധർമ്മടം, പന്തലായനി, ചാലിയം എന്നിവിടങ്ങളിലെ പുരാതന പള്ളികൾ സ്വഹാബിമാർ നിർമ്മിച്ചതാണ്. ഈ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇസ്ലാമിക പ്രബോധന ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. മദീന മാതൃകയിൽ നാന്ദി കുറിക്കപ്പെട്ട ദർസുകളാണ് പിൽക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ പള്ളികളിലേക്ക് പറിച്ചുനട്ടത്. ഇതിൽ പൊന്നാനിയിലെ മഖ്ദൂം കുടുംബത്തിന്റെ പങ്ക് അവിസ്മരണീയമാണ്. 16-ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പൊന്നാനിയിൽ വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്തിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പ്രവാചകാനുചരന്മാരിൽ നിന്ന് തുടക്കം കുറിച്ച മതവൈജ്ഞാനിക കൈമാറ്റം ഇടർച്ച വരാതെ കാത്തുസൂക്ഷിച്ചത് പൊന്നാനിയിലെ മഖ്ദൂം കുടുംബമാണ്. മലബാറിലെ മക്കയായി പൊന്നാനി ഉദയം ചെയ്തതിനു ശേഷം കേരള മുസ്ലിങ്ങൾ ആത്മീയ ആവശ്യങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് പൊന്നാനി പണ്ഡിതന്മാരെയാണ്.
പുതുതായി രൂപീകരിക്കപ്പെടുന്ന മഹല്ലുകളിൽ ഖാലിമാരെ നിയമിക്കുന്നതും പള്ളികളിൽ പണ്ഡിതന്മാരെ നിശ്ചയിക്കുന്നതും പൊന്നാനിയിൽ നിന്നായിരുന്നു. അവസാന 5 നൂറ്റാണ്ട് തികച്ചും മഖ്ദൂം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് കീഴിലായിരുന്നു മലയാളക്കരയിലെ മുസ്ലിം സമാജം. പതിനെട്ടാം നൂറ്റാണ്ടിൽ സയ്യിദ് ജലാലുദ്ദീൻ മുഹമ്മദ് അൽ ഹളറമി എന്ന വലിയ സീതിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ യമനിലെ ഹളർ മൌത്തിൽ നിന്ന് ഹളറമി സാദാത്തുക്കൾ കേരള തീരത്തെത്തി. യമനി സാദാത്തുക്കളുടെ സാന്നിധ്യം കേരള മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിലെ നവജാഗരണത്തിന് നിദാനമായി. ഈമാനിന്റെയും ഹിക്മത്തിന്റെയും കലർപ്പില്ലാത്ത ഉറവിടമായ യമനിൽ നിന്നുള്ള സയ്യിദ് സൂഫി പണ്ഡിതന്മാരുടെ കേരളത്തിലേക്കുള്ള വരവും പ്രബോധന പ്രവർത്തനങ്ങളും ഈ നാടിന് ലഭിച്ച വലിയ സൌഭാഗ്യമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ നൂതന ചിന്താപ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും വളർന്നുവരികയും ചെയ്തെങ്കിൽ കേരളത്തിൽ അത്തരം ചിന്താഗതികൾക്ക് വേരോട്ടം ലഭിച്ചിരുന്നില്ല. അനൈക്യമില്ലാതെ ശാന്തമായി കഴിഞ്ഞിരുന്ന കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉടലെടുക്കുന്നത് 20ാം നൂറ്റാണ്ടിന്റെ 2ാം ദശകത്തോടെയാണ്. അതുവരെ കേരളത്തിൽ പരിശുദ്ധ ദീനിന്റെ പാരമ്പര്യത്തിന് ഒരു പോറലുമേറ്റിരുന്നില്ല. അന്നൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് മഹാന്മാർ അംഗീകരിക്കുന്നു. മില്ലർ സാഹിബ് തന്നെ മലബാറിന്റെ ചരിത്രം എഴുതിയ കൂട്ടത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടല്ലോ. അന്നത്തെ മുസ്ലിങ്ങളുടെ സ്വഭാവം, അവരുടെ പ്രാർത്ഥന, ഓ മൊഹീദ്ദീൻ ഷെയ്ഖ് സേവ് മീ എന്നത് അവരുടെ ഒരു പ്രത്യേക പ്രാർത്ഥനയായിരുന്നു. കുടുങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. അവർ മൗലിദ് കഴിച്ചിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് രണ്ടുപേർ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കരാറ് പറയുകയാണെങ്കിൽ ബൈ ദ ഫൂട്ട് ഓഫ് മമ്പറന്നങ്ങൾ ഈസ് എ സേക്രഡ് സീൽ ടു എ മാപ്പിള കോൺട്രാക്ട് എന്ന് എഴുതിയത് മില്ലർ സാഹിബിന്റെ പുസ്തകത്തിലാണ്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷുകാരനായ ചരിത്രകാരൻ വരെ ഇവിടെ വന്ന് മുസ്ലിങ്ങളുടെ ഈ സ്വഭാവവും സവിശേഷതയും കണ്ടു മനസ്സിലാക്കി. അതൊന്നും ഒരു അന്ധവിശ്വാസമായിട്ടല്ല രേഖപ്പെടുത്തിയത്, മറിച്ചോ അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ബലം, അതിന്റെ ആണിക്കല്ലായിട്ടാണ് രേഖപ്പെടുത്തിയത്. 1921 മലബാർ കലാപത്തിൽ സാമ്പത്തിക ദാരിദ്ര്യത്തെക്കാൾ നേതൃദാരിദ്ര്യമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ അലട്ടിയത്. കലാപത്തിന് നേതൃത്വം നൽകി അനുയായികളെ ദുരിതങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വയം രക്ഷ കണ്ടെത്തിയ ചില പണ്ഡിത വേഷധാരികൾ പിന്നീട് വിശ്വാസവൈകല്യത്തിന്റെ വിഷവിത്തുകളുമായി ആദർശ കൈരളിയുടെ അന്തരീക്ഷങ്ങളെ അപകടപ്പെടുത്തുകയായിരുന്നു. മലബാർ കലാപത്തിന് തിരികൊളുത്തിയവരെന്ന പേരിൽ 3 പണ്ഡിതന്മാർക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, KM മൗലവി എന്നിവരായിരുന്നു ആ 3 പേർ. ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒളിവിൽ പോയി പ്രാദേശിക സമരങ്ങൾക്ക് ആവേശം പകർന്നു. എന്നാൽ KM മൗലവി അറസ്റ്റ് ഭയന്ന് കൊടുങ്ങല്ലൂരിലേക്ക് നാടുവിടുകയാണുണ്ടായത്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ MCC അബ്ദുറഹ്മാൻ മൗലവിയും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും EK മൗലവിയും കൊടുങ്ങല്ലൂരിൽ മുമ്പേ എത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിലെ മുസ്ലിങ്ങൾക്കിടയിൽ കുടുംബവഴക്ക് നിത്യശാപമായിരുന്ന കാലമായിരുന്നു അത്. ഇവ പറഞ്ഞു തീർക്കാൻ ഈ മൗലവിമാർ ഒത്തുകൂടി. അതിനുവേണ്ടി നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ടാക്കി. 1921 ആദ്യമായി സംഘടനാ സംവിധാനത്തിന് കേരളത്തിലെ ആദ്യത്തെ ബിദഈ പ്രസ്ഥാനമായ മുജാഹിദ് വിഭാഗം തുടക്കം കുറിക്കുന്നത്. അത് കേരള മുസ്ലിം ഐക്യസംഘം എന്നൊരു പേരിൽ സംഘടന രൂപീകരിച്ച് ഈ പുതിയ ചിന്തകൾ വ്യവസ്ഥാപിതമായി സമ്മേളനം വെച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിച്ചപ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന സത്യസന്ധരായ പണ്ഡിതന്മാർക്ക് സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാകും. ഒരു 4-5 കൊല്ലക്കാലം ഇത് കണ്ടു, അനുഭവിച്ചു, കാര്യങ്ങൾ വിലയിരുത്തി പ്രതിരോധിക്കണമെങ്കിൽ സംഘടനാ സംവിധാനം തന്നെ അനിവാര്യമാണ്, നിലവിലുള്ള മഹല്ല് സംവിധാനം മാത്രം പോരാ എന്ന് മനസ്സിലാക്കി 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകിയത്. നിഷ്പക്ഷ സംഘം പിന്നീട് ഐക്യസംഘം എന്ന പേരിൽ പരിണമിച്ചു. ഐക്യസംഘത്തിന്റെ 1ാം വാർഷികാഘോഷം 1923 ഏറിയാട്ട് വെച്ച് നടന്നു. ഐക്യസംഘത്തിന്റെ വഹാബി അജണ്ടകൾ പുറത്തുവന്നത് ഈ സമ്മേളനത്തിലൂടെയാണ്. ഈജിപ്തിൽ നിന്ന് റഷീദ് റിലയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ മനാർ എന്ന ബിദഈ പ്രസിദ്ധീകരണത്തിന്റെ കേരളത്തിലെ ഏക വായനക്കാരനായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഐക്യസംഘത്തിന്റെ ആദർശ വ്യതിചലനത്തിനെതിരെ പണ്ഡിതന്മാർ ജാഗരൂകരായി.
1924 ആലുവയിൽ ചേർന്ന 2ാം വാർഷിക യോഗത്തിൽ പണ്ഡിതന്മാരുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. മൻ യഇശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ദീനീ രംഗത്ത് ധാരാളം ഭിന്നിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ എന്റെ ശരീരയും എന്റെ സഹാബത്തിന്റെ ശരീരയും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. വിദഈ പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ മൗനം ദീക്ഷിച്ചാൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും സജ്ജനങ്ങളെയും ശാപം അവരുടെ മേൽ ഉണ്ടാവുന്നതാണ് എന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ആ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ 25 കോഴിക്കോട് വെച്ച് അവരെ യോഗം കൂടുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയും ചെയ്തു. 1925 കോഴിക്കോട് സമ്മേളനം നടത്തിക്കൊണ്ട് ഈ പുത്തൻ പ്രസ്ഥാനം മലബാറിൽ പ്രബോധന താവളം കണ്ടെത്തുകയായിരുന്നു. വഹാബിസത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ ഉലമാക്കൾ തീരുമാനിച്ചുറച്ചു. 1925 കോഴിക്കോട് കുറ്റിച്ചിറ വലിയ ജുമുഅത്ത് പള്ളിയിൽ പ്രമുഖ പണ്ഡിതന്മാരും പൌരപ്രധാനികളും ഒത്തുചേർന്നു. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ബേപ്പൂർ ജുമാ മസ്ജിദിലെ മുദരിസും പ്രമുഖ പണ്ഡിതനുമായിരുന്ന KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പ്രസിഡന്റും പാറോൽ ഹുസൈൻ സാഹിബ് ജനറൽ സെക്രട്ടറിയുമായുള്ള സംഘം പ്രവർത്തനമാരംഭിച്ചു. വഹാബികൾ ആദർശവൈകല്യം പറഞ്ഞു പ്രചരിപ്പിച്ച കോഴിക്കോട്ടും ചാലിയത്തും എടവണ്ണയിലും മഞ്ചേരിയിലും വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. വിശ്വാസികളുടെ ഈമാനിനെ സംരക്ഷിക്കുവാനും തെറ്റിദ്ധാരണകൾ അകറ്റാനും ഈ സമ്മേളനങ്ങൾക്ക് സാധ്യമായി. ത്യാഗപൂർണമായ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്കൊടുവിൽ സംഘത്തെ വിപുലീകരിക്കാൻ തീരുമാനിച്ചു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള പ്രഗത്ഭമതികൾ പുതിയ പണ്ഡിത കൂട്ടായ്മയുടെ മുൻനിരയിലുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിനും ഇവിടെ ഒരു എതിർ വിഭാഗം ഉണ്ടാവും. അങ്ങനെ അല്പകാലം കഴിഞ്ഞപ്പോൾ മഹദൂം തറവാട് ക്ഷയിച്ചു. അത് ക്ഷയിച്ച ആ സമയത്ത് ബഹുമാനപ്പെട്ട വലിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളവർ ഏറ്റവും വലിയ ആരിഫും കുത്തുബ് സമാനുമാണ്. വലിയ ആരിഫാണ്, വലിയ ഉപാധിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ ആ കാലത്തുള്ള മുഴുവൻ സ്വാധീനങ്ങളായ ആരിഫികളെയും വിളിച്ചുകൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചുകൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടുന്നത് ഈ രാജ്യത്തിൽ ഉള്ള ആരിഫ്യങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ നിരവധി പണ്ഡിതന്മാർ ഒത്തുകൂടി. കേരള മുസ്ലിങ്ങളുടെ അക്കാലത്തെ അനിഷേധ്യ നേതാവായിരുന്ന വരക്കൽ സയ്യിദ് ബാ അലവി മുല്ലക്കോയ തങ്ങളുടെ പ്രാർത്ഥനയോടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ കർമ്മരംഗത്തേക്ക് കാൽവച്ചു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റും പള്ളിവീട്ടിൽ മുഹമ്മദ് മൗലവി ജനറൽ സെക്രട്ടറിയുമായും സമസ്ത പ്രവർത്തന ഗോതയിലേക്കിറങ്ങി. പ്രധാനമായും 5 ഉദ്ദേശ്യങ്ങളാണ് സമസ്തയുടെ ഭരണഘടനയിൽ തുന്നിച്ചേർത്തിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനുമെതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചാരണങ്ങളെയും നിയമാനുസൃതം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങളെ ഉദ്ബുദ്ധരാക്കുകയും ചെയ്യുക. മുസ്ലിം സമുദായത്തിന് മതപരമായും സാമൂഹികപരമായും ഉണ്ടായിരിക്കേണ്ട അവകാശ അധികാരങ്ങളെ സംരക്ഷിക്കുക. മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും കോട്ടം തട്ടാത്ത വിധത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസ വിഷയങ്ങളിൽ വേണ്ടത് ചെയ്യുക. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും മുസ്ലിം സമുദായമധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന
അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. ഈ മഹത് ലക്ഷ്യങ്ങൾക്കു വേണ്ടിയാണ് സമസ്ത അതിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത്. അല്ലാഹു 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 1934 കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ സൊസൈറ്റി ആക്ട് പ്രകാരം 1-ാം നമ്പർ സംഘമായി സമസ്ത രജിസ്റ്റർ ചെയ്തു. പ്രഗത്ഭ പണ്ഡിത മഹത്തുക്കളുടെ 40-അംഗ മുഷാവറയാണ് സമസ്തയുടെ പരമോന്നത സമിതി. മതവിധികൾ പ്രഖ്യാപിക്കാൻ ഫത്വ കമ്മിറ്റിയും സമസ്തയ്ക്കുണ്ട്. രൂപീകരണം മുതൽ ആദ്യ 2 ദശകങ്ങൾ സമസ്തയ്ക്ക് പ്രതിരോധത്തിന്റെ കാലമായിരുന്നു. ബിദ്അത്തിന്റെ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് സമുദായത്തെ കാക്കണം. അതിന് പണ്ഡിതന്മാർ രാപ്പകൽ ഭേദമന്യേ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ആദർശ പ്രഭാഷണങ്ങൾ നടത്തി ആളുകളെ യഥാർത്ഥ തൗഹീദിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു. രൂപീകരണ വർഷം തന്നെ പലയിടങ്ങളിൽ സമ്മേളനങ്ങൾ നടത്തി സമസ്തയുടെ പ്രഗത്ഭ പണ്ഡിതന്മാർ വഹാബികളുടെ പൊള്ളത്തരങ്ങൾക്കെതിരെ പ്രതികരിച്ചു. ആദർശ വൈകല്യങ്ങളിൽ അള്ളിപ്പിടിച്ചിരുന്നവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സത്യപാന്താവിൽ അടിയുറപ്പിച്ചു നിർത്താൻ സമസ്തയുടെ ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായി. മുബ്തദിഉകളുടെ വെളുത്ത മുഖം മൂടി കൊണ്ട് മറക്കപ്പെട്ട കറുത്ത തൊലി പൊതുജനം തിരിച്ചറിഞ്ഞത് സമസ്തയുടെ ഈ അവസരോചിത ഇടപെടലിലൂടെയാണ്. സ്വാഭാവികമായും അങ്ങനെ അനിവാര്യമായ സാഹചര്യത്തിലാണ് സുന്നി വിഭാഗം, ഇവിടുത്തെ അടിസ്ഥാന വിഭാഗം സംഘടന രൂപീകരിച്ചത്. അന്നത്തെ പ്രധാനവും പരമവുമായ ലക്ഷ്യം കേരളത്തിൽ ലോകത്തിലെ എമ്പാടും എന്ന പോലെ നിലനിൽക്കുന്ന ദീനിന്റെ യഥാർത്ഥ രൂപം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പരിക്കേൽക്കാതെ, തെറ്റുധരിപ്പിക്കപ്പെടാതെ തനതായ രൂപത്തിൽ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തലായിരുന്നു ലക്ഷ്യം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറവണ്ണ മുഹ്യുദ്ദീൻ കുട്ടി മുസ്ലിയാരും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും വഹാബികളുടെ ആദർശ പാപ്പരത്തങ്ങൾ അതിസമർത്ഥമായി അവതരിപ്പിച്ചത് കേരളത്തിൽ അഹ്ലുസുന്നയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ കാരണമായി. രൂപീകരണ പശ്ചാത്തലം വഹാബിസത്തിനെതിരെയുള്ള പ്രതിരോധമായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് വെല്ലുവിളിയുയർത്തി രംഗപ്രവേശം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ബിദ്അഈ പ്രസ്ഥാനങ്ങൾക്കെതിരെയും ശക്തമായ മുന്നറിയിപ്പും നിലപാടും സമസ്ത സ്വീകരിച്ചു. അവർക്കുള്ളതായ ഈ വികലമായ ഈ ആശയങ്ങളെ മുഴുവനും പൊതുജനത്തിന്റെ മുന്നിൽ വളരെ വ്യക്തമായ നിലക്ക് അതിനെ തുറന്നു കാട്ടി, അതിനെ പേന കൊണ്ടും നാവുകൊണ്ടൊക്കെ എതിർത്ത് ഇവിടുത്തെ 99% മുസ്ലിങ്ങളെയും ഈ മഹത്താവുന്ന ശരീഅത്തിന്റെ പ്രത്യേക ബൗണ്ടറിയിലായിക്കൊണ്ട് പിടിച്ചു നിർത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കള്ള തരീഖത്തുകൾ, തരീഖത്ത് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കുന്നതായ ഏറ്റവും അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത്. ഖാദിയാനികളെയും കള്ളത്വരീക്കത്തുകളെയും വിഘടന വിധ്വംസകവാദങ്ങളെയും തുറന്നെതിർക്കാൻ സമസ്ത ആർജവത്വം കാണിച്ചു. ഇത്തരം ദുർമാർഗങ്ങൾക്കെതിരെ സമസ്തയുടെ നിലപാടുകൾക്കാണ് കേരളത്തിന്റെ പൊതുമുസ്ലിം സമാജം അംഗീകാരം നൽകിയത്. സമസ്തയുടെ നിലപാടുകൾക്ക് കാതോർക്കുന്ന സമൂഹമാണ് കേരള മുസ്ലിങ്ങളിൽ മഹാഭൂരിഭാഗവും. ഇന്നും ആ പാരമ്പര്യം നിലനിർത്താൻ സമസ്തയുടെ നയനിലപാടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ആദർശ വ്യതിയാനത്തിന്റെ വക്താക്കൾക്കെതിരെ സമസ്തയുടെ പോരാട്ടം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആഗോളതലത്തിൽ സുന്നി ആശയങ്ങൾക്കെതിരെ ഉയർന്നുവന്ന അപസ്വരങ്ങൾക്കെതിരെ പലപ്പോഴും സമസ്ത പ്രതികരിച്ചിട്ടുണ്ട്. സമസ്തയുടെ സേവനങ്ങളുടെ 2ാം ഘട്ടം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നതായിരുന്നു. ഓത്തുപള്ളികളിൽ നിന്ന് സ്കൂളുകളിലൊതുങ്ങിയ മതപഠന മേഖലയുടെ ഭാവിയിൽ ആശങ്കപ്പെട്ടാണ് സമസ്ത മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. മദ്രസ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ സഹാബത്തിന്റെ കാലം തൊട്ട് ഇവിടെ പള്ളിയിലുള്ള ദർസുകൾ ഉണ്ടായിരുന്നു. പള്ളി ദർസ് അത് മദ്രസ ഇല്ലാത്ത കാലത്തും ഓത്തുപള്ളികളിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള ഉപരിപഠന കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിന് നേതൃത്വം നൽകിയിരുന്നത് വലിയ പണ്ഡിതന്മാരായിരുന്നു. പൊന്നാനിയിലെ മഖ്ദൂമികളായ സൈനുദ്ദീൻ മഖ്ദൂം തുടങ്ങിയുള്ള ആളുകൾ അതിന് നേതൃത്വം നൽകി.
1945 കാര്യവട്ടത്ത് നടന്ന സമസ്തയുടെ 16ാം സമ്മേളനത്തിൽ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് ഈ സന്ദേശം പങ്കുവച്ചത്. 6 വർഷം സമസ്തയുടെ വിവിധ സമ്മേളനങ്ങളിലും മുഷാവറകളിലും മദ്രസ പ്രസ്ഥാനത്തിന്റെ പ്രായോഗികതയെക്കുറിച്ച് കൂലങ്കഷമായ ചർച്ചകൾ നടന്നു. 1951 വടകരയിൽ നടന്ന 19ാം സമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടു. ലോകത്ത് തന്നെ തുല്യതയില്ലാത്തൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് സമസ്ത വിഭാവനം ചെയ്ത് കേരളീയ മുസ്ലിങ്ങൾക്ക് വലിയൊരു സംഭാവനയായി സമസ്ത നൽകിയിട്ടുള്ള മദ്രസ പ്രസ്ഥാനം. മലപ്പുറം ജില്ലയിലെ ചേളാരി ആസ്ഥാനമായി വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനം തുടങ്ങി. CH ഹൈദ്രോസ് മുസ്ലിയാരുടെയും KP ഉസ്മാൻ സാഹിബിന്റെയും നേതൃത്വത്തിൽ മഹല്ലുകൾ തോറും മദ്രസകൾ സ്ഥാപിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടന്നു. നാടുനീളെ വാള് പരമ്പരകൾ സംഘടിപ്പിച്ചു. പട്ടിണിപ്പാവങ്ങൾ പണിയെടുത്ത് കിട്ടുന്ന നാണയത്തുട്ടുകൾ ശേഖരിച്ച് ഉലമാക്കളും ഉമറാക്കളും ചേർന്ന് മദ്രസകൾ കെട്ടിപ്പടുത്തു. ഇവ പരിശോധിച്ച് അംഗീകാരം നൽകുകയും ഏകീകൃത സിലബസും പരീക്ഷയും നടപ്പിൽ വരുത്തുകയും ചെയ്ത് വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 10,000-ഓളം വരുന്ന മദ്രസകൾ ഇന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായി സമസ്തയുടെ നിയന്ത്രണത്തിൽ നടന്നു വരുന്നുണ്ട്. അതിലൂടെ മുസ്ലിം കൈരളിക്ക് സമസ്തയുണ്ടാക്കിയ ആ പ്രവർത്തനത്തിന്റെ മാറ്റം ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ ആര് കാണുമ്പോഴും സമ്മതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതകീയമായ ഈ വളർച്ച വളർന്നു വരുന്ന മുസ്ലിം മക്കൾക്ക് ഉണ്ടാക്കിക്കൊടുത്ത് മതകീയ സ്വഭാവത്തോടുകൂടി അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് സമസ്ത ഈ മദ്രസ പ്രസ്ഥാനത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, പോണ്ടിച്ചേരി, അന്തമാൻ, മലേഷ്യ, ലക്ഷദ്വീപ്, UAE, ബഹ്റൈൻ, കുവൈത്ത്, സൌദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിലായി 7 ഭാഷകളിലുള്ള സിലബസ് പ്രകാരം സമസ്തയുടെ മദ്രസകൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 9,595 മദ്രസകളിലായി 12 ലക്ഷം കുട്ടികളും 1 ലക്ഷം വരുന്ന അധ്യാപകരും 417 റേഞ്ചുകളിലായി വിസിറ്റിനു വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഇൻസ്പെക്ടർമാർ, അതോടൊപ്പം തന്നെ മദ്രസകളുടെ അക്കാദമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാഠപുസ്തകം, കരിക്കുലം, പരീക്ഷ, അതിന്റെ മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ള അക്കാദമിക മേഖലയിലെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ സമസ്ത ചെലുത്തിയ സ്വാധീനം ആർക്കും ഇന്നുവരെ ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധിയും, രണ്ടാമത്തേത് ഇതിന് നേതൃത്വം കൊടുത്ത മഹാപണ്ഡിതന്മാരുടെ വ്യക്തിവിശുദ്ധിയും. ഇന്ന് കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന